ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാജേഷ് ആൻഡ് ചിന്നു. അപ്പം ഇന്നത്തെ എന്താടാ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്നും അല്ല 2 ദിവസം അല്ലേ, ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ, ഞായർ തിങ്കൾ. അപ്പൊ ചിന്നുന്റെ അമ്മക്ക് 2 ദിവസം അവധിയാണ്. അപ്പൊ അവിടെയും പോകണ്ട. അപ്പൊ ജസ്റ്റ് വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞു 2 ദിവസം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചിന്നുന്റെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. യേശോ, ഇതാരോഗ്യ യേശു. ആ ഓക്കെ. അപ്പോൾ നമ്മൾ ചിന്നുന്റെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പൊ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ തിരിച്ചു കൊടുക്കുന്നു. പപ്പന്റെ സ്റ്റൈൽ കണ്ട് നോക്കുന്നുണ്ട് കുഞ്ഞു. ആ ഓക്കെ അമ്മ. അപ്പൊ നമുക്കിനി ബാക്കി ഒരു മുറത്തായിട്ട് എടുക്കാം ഗൈസ്. ഓക്കെടാ. ഞങ്ങൾ പോയിട്ട് വരുന്നേ. ടാറ്റ പറയടാ. ടാറ്റ വന്ന ടാറ്റ പോത്ത് പേർ വന്ന്. ടാറ്റ ടാറ്റ വന്ന് ടാറ്റ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 മന്തിൽ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡിനെ പറ്റിയിട്ട് അറിയുന്നവർ പറയാൻ വേണ്ടി. അപ്പോൾ കുറേ കമന്റ്സ് കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ലൈക്ക് അവരവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും കമന്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഫുഡിന്റെ കാര്യത്തില് കുറെ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കമന്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ അതല്ല ഫുഡിന്റെ കാര്യത്തില് മാത്രമല്ല, പിന്നെ എന്തായിരുന്നു, കുളിപ്പിക്കുന്നതിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കൊടുത്തതിന് ശേഷം ആദ്യം കുളിപ്പിക്കാൻ പാടില്ല, കുളിപ്പിച്ചതിന് ശേഷം ഫുഡ് കൊടുത്താൽ അതാണ് കുട്ടിയുടെ ഹെൽത്തിന് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ക്യാഷ് പിന്നെ എവിടെയെങ്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് ഞാൻ തനി സ്വഭാവം പുറത്തെടുക്കാൻ. ഇനി കുറച്ച് വലുതാകുമ്പോ അമ്മേന്റെ തനി സ്വഭാവം പുറത്തെടുക്കും ഞാൻ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും മനസ്സിൽ അല്ലെങ്കിൽ ദേശീയ പറയും, കുറച്ച് കഴിഞ്ഞാൽ അത് അടുത്തേരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് TV കാണിക്കുന്ന, ഫോണ് കാണിക്കുന്ന എല്ലാം പറഞ്ഞിട്ടുള്ള കമന്റ് ഉണ്ടായിരുന്നു. കുറച്ച് കമന്റ് ആണ്, പക്ഷെ നമ്മൾ ഇതുവരെ ഫോണ് കാണിച്ചിട്ടേ ഉണ്ടാവൂല യാശുമോന്. പിന്നെ TV അവനായിട്ട് ഫോൺ കാണിച്ചു കൊടുക്കാറൊന്നുമില്ല. അതെ അതെ, TV വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാല് ABCD അങ്ങനത്തെ ഉണ്ടാവല്ലോ, A4 ആപ്പിൾ അങ്ങനെയുള്ള ജോണി ജോണി അങ്ങനെയുള്ള സംഭവം മാത്രം ഇടക്ക്, അതും എല്ലാ ദിവസവും ഫുഡ് കൊടുക്കുമ്പോ വെച്ച് കൊടുക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മാറി മാറി. അപ്പൊ ഞാൻ കുഞ്ഞിനെ എടുക്കുന്നുണ്ടെങ്കിൽ ചിന്നു ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് ഞാൻ അതിനെ കൊടുക്കും. അങ്ങനെ നമ്മള് മാറി മാറി ചെയ്യും. എല്ലാ സമയം TV കാണിച്ചു കൊടുക്കാറൊന്നുമില്ല കുട്ടിക്ക്. പൊതുവെ ആൾക്കാർ പറയുന്നത് ഈ കാർട്ടൂണും ഫോണിൽ അധികം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കാൻ ലേറ്റ് ആവും. അവര് അതിന്റെ ആക്ഷനും ഇതെല്ലാം കണ്ടോണ്ടിരിക്കും, സംസാരിക്കാൻ ലേറ്റ് ആവും എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. യാശു എടുക്ക അമ്മേനെ ഷോർട്ട് ആക്കിട്ടെല്ലാം വിളിക്കൂട്ടാ. പക്ഷെ നല്ല രസമുണ്ടല്ലോ കേക്കാൻ. എന്നിട്ടാണ് വിളിക്കുന്നത്. അതെ നോക്കുന്നത് ആ മുടി നേരൊക്കെ അത് ഞാൻ നേച്ചു കൊണ്ട് ഞാൻ കുറച്ച് ഹോൾസെയിൽ മുട്ടായിട്ട് മാർക്കറ്റ് കിട്ടും. അത് ഭയങ്കര വില കൊമ്പക്കായല്ല. ഞാൻ ഇപ്പൊ വന്ന് അക്കിന്റെ പണി പോയിക്കാം. ഞാൻ കുറച്ച് കേട്ടോ പോയിക്കാം. മോനു അഞ്ച് കുഞ്ഞിട്ട് മുടി നേരൊക്കെപ്പാ എന്ത് പണിക്കാനല്ലോ അച്ഛന് ഒക്കെ വെച്ച് ഇതെല്ലാം ചിക്ക ഇതെല്ലാം നിങ്ങൾ പോയിക്കാം. ഞാൻ കുറച്ച് നല്ല മുടി നേരൊക്കെ കുഞ്ഞു മോനെ വെച്ച ബേബി അവിടെ നോക്കണം. നല്ല പൈപ്പ് ഭയങ്കര തിരക്കാവുക. ഞാൻ ഈലിങ്ങനെ വന്നില്ലേ, അതെ ഈലിങ്ങനെ വന്നത് ഇതിൽ വന്നിട്ട് അങ്ങനെ ഇപ്പൊ ആളുകൾ പെട്ടാൽ പറയും ഞാൻ മറ്റേ ലീവ് പെയ്യുന്നല്ലേ അങ്ങനെ അങ്ങനെ അച്ഛനെ കണ്ടു ഗൈസ്. ജസ്റ്റ് ഒന്നിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് വിളിച്ചാണ്. ഞങ്ങക്ക് തോന്നില്ല അച്ഛൻ എന്തായിരുന്നു. അച്ഛന് കുറച്ച് സാധനം അച്ഛന് പെട്ടെന്നൊന്നും ആവൂല. മാങ്ങ യാശു വരുന്ന പറഞ്ഞിട്ട് മാങ്ങ കൊറേ പറിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലേ.
കൂട്ടിക്കോ. കുരുത്തം കെട്ട സാധനാണ്. അല്ലപ്പാല്ല കുഞ്ഞുമോനെ ഇത്ര സമയം കുരുത്തം കെട്ടടിച്ചോണ്ടേ. നീ ഇറങ്ങിക്കോ. എന്റെ ഇടാ ചമ്പാച്ചി ഉണ്ടമ്മ. എവിടെയാ ചമ്മ ചേർക്കുന്നേ? ചമ്മ ചേർക്കുന്നല്ലേ? അപ്പൊ ഞങ്ങൾ ഇതാ ഗൈസ് പാൽ മുട്ട മിച്ചർ കഴിക്കാണ്. ആശു നോക്കിയ എന്ത് 3 മുട്ട 2 എണ്ണം എനിക്ക് അതങ്ങനെ ഇല്ല, എങ്ങനെയാലും മതി. അതന്നെ പാർഷ്യാലിറ്റി അതല്ല ഉദ്ദേശിച്ചത്. ഇനിമ അത് കിട്ടുന്നില്ല സാറല്ല. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ആശുട്ടാ മാങ്ങന്നിട്ടായ പോന്നെ കേറാനൊക്കെ. ഓ ഗുഡ് ബോയ്. മുഖാക്ക് നോക്കണം ഇങ്ങനെ. ഭാര്യ വിട്ട് വന്നല്ലേ ഭാര്യക്ക് മാത്രല്ല ഭർത്താവിനും സുഖമാണ് ഗൂസ് അല്ലേ? എനിക്ക് 2 മുട്ട ഇവിടെ വരുന്ന സന്തോഷമാണ്. പക്ഷെ എപ്പോഴും മിസ്സാന്നുള്ളതായുണ്ട്. വല്യമ്മ പാവം എന്നിട്ട് നോക്കുന്നുണ്ട് കഴിക്കും മക്കളെ. പാവം ഞങ്ങളെ വല്യമ്മ. കഴിക്ക് നല്ലോണം കഴിക്ക്. കൊട്ടല കാണുന്നു. കൊട്ടല തന്നെ എണിക്കുന്നുണ്ടോ? ബ്യൂട്ടി ബോയ്. ഓക്കെ കണ്ടാലും പറയും ബ്യൂട്ടി ബോയ്. ബോള് മാത്രമല്ല ബ്യൂട്ടി ഇല്ലാതെ. അത് സത്യം മനസ്സിലാക്കി സ്ഥിതിക്ക് ഞാൻ പിന്നെ എന്ത് പറയാ. സാരില്ല, ഒരു ദിവസം അതെ എല്ലാം സെറ്റാക്കി പവറാക്കി പഴയ പോലെ വരൂല്ലേ? ഞാൻ ജിമ്മിന് പോകും. ഡംബിളെല്ലാം പൊന്തരിക്ക് ജിമ്മിന് പോകുന്ന ആള്. എന്ത് വിചാരിച്ചതാ ഞാൻ? ആ കണ്ടറിയാ. ആദ്യം മോളാ പാൽമുട്ടായി കഴിക്ക് ട്ടാ. നമുക്ക് ബാക്കി ഹലോ. ഓരോ 2 വഴി പോയി. 2 പഠിക്കുമ്പോ 2 വഴി പോയി. 3 പഠിക്കുമ്പോ 3 വഴി പോയി. അശോ അശോ എന്താ അല്ലേ അല്ല പൊന്നെ ആശുപത്രി നോക്കുന്നേക്കോ. ജോണി ജോണി എസ് പപ്പ ഹീറ്റിംഗ് ഷുഗർ A-N-T and and B-V-A-T bad. that C-A-T cat cat D-O-G dog. dog. നീ കുത്ത് കിടക്കുന്ന അപ്പൊ ടാറ്റ പോന്ന്. ശശു നടക്കുന്നേടാ. ഞങ്ങള് നെക്സ്റ്റ് ഡേ ഇന്നലെ പിന്നെ എന്താ പറയാ ലൈക്ക് ഇവിടെ വന്നതിന്റെ എക്സൈറ്റ്മെന്റില് എല്ലാവരും ബിസിനസ് വെറുതെ വർത്താനം പറയുമോ. ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയായാലും അച്ഛനായാലും യാഷായാലും യാഷിനൊക്കെ ഫുൾ എക്സൈറ്റ്മെന്റിലായിരുന്നു. ഫുള്ള് എന്താ പറയുക കുറേ നേരം അവർ ഒന്നിച്ച് തന്നെയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അധികം വ്ളോഗ് എടുക്കാനൊന്നുമില്ല. ആ ഒരു ഹാപ്പിനെസ്സിൽ അത് അങ്ങ് പോയി. അപ്പം വിചാരിച്ചു ഇപ്പം നാളെ ബാക്കി എടുക്കാം വിചാരിച്ചു. ഇപ്പോഴാണ് നമ്മൾ പുഴുങ്ങിയ പഴം. ഗുഡ് ബോയ് യാഷ് ഗുഡ് ബോയ്. വേണ്ടാന്ന് തോന്നുന്നു. വേണ്ടേ വേണ്ട ഇഷ്ടായിട്ടാ നക്കുന്നുണ്ട്. വേണ്ടോ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണ് അത്. പിന്നെ മാങ്ങ എത്ര കൊടുത്ത യാഷിനെ ഒന്ന് ഫുഡ് കഴിപ്പിക്കാൻ എത്ര ആൾക്കാർ വേണം നമുക്ക്. എന്നാലും തിന്നുവാൻ യാഷിക്കുഞ്ഞേ
തിന്നമ്മ ഓ യാശു തിന്നടാ. അമ്മന്റെ തനി സ്വഭാവം പുറത്തെടുക്കും അമ്മ വേദുന്നോ അങ്ങനെ പേടിച്ചു പോയി. അതെ അമ്മന്റെ സ്വഭാവം അപ്പൊക്കെ അറിയാം. അതിനെ പറഞ്ഞേ നിങ്ങള് കാണുന്ന പോലെയുള്ള ആളേ അല്ല ഈ ചിന്നു. ശൂർപ്പടക ശൂർപ്പടക വമ്പൻ ഗുഡ് ബോയ്. എന്തൊക്കെയാ അവസ്ഥ അല്ലേ? എന്തൊക്കെ കാണിക്കാൻ തോന്നണമെങ്കിൽ വണ്ടിയിൽ പോ. വെള്ളം കുടി, വെള്ളം കുടിച്ചോ. വെള്ളം 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 നിങ്ങള് വെള്ളവും വേണ്ട എനിക്ക്. അത് വെള്ളം വെള്ളം. ആ ഡിക്ക് ടിക്ക് 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 ടിക്ക്. യാശന്ത് അതെ അതിന്റെ നല്ല സ്വഭാവങ്ങൾ മാത്രം കിട്ടിയില്ല. വാശി അങ്ങനത്തെ മൊരട്ട് സ്വഭാവം അങ്ങനെ എന്റെ കുഞ്ഞി തിന്നല്ലോ ആ അങ്ങനെ ഞങ്ങളെ കുഞ്ഞി ചോറയിച്ചില്ലടാ. മാമുണ്ടു മാമുണ്ടു തുടങ്ങിയല്ലേ ഇന്നലെ ഞാൻ വിളിച്ചേ എന്നോട്ടാണ് തുടങ്ങിയല്ലേ. വല്യമ്മേനെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ അച്ഛനൊന്നും ചോദിക്കേണ്ടത്. അച്ഛനില്ലോണ്ട് എന്താ പറയുന്നു സ്പെഷ്യലി ഇതെന്ത് രാശേട്ടാ? മാങ്ങ ചമ്മന്തി. എന്ത് ഞെട്ടിപ്പോയത് എനിക്കറിയില്ല വിചാരിച്ചത്. പിന്നെ ചിക്കൻ വറവ്, പിന്നെ രസം മോര് മോരൊന്നുമില്ല, കടലക്കറി ഉണ്ട്. പിന്നെ രാശേട്ടൻ ഒരു പോസ്താ ഇങ്ങനെ. സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല, പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇട്ട് വെച്ച ചിക്കൻ വറവ് സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാം അത് ചീന ഉണ്ടാക്കിയതല്ല, ചീനിന്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ഹലോ ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ കലാപരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊരട്ട ചുടൽ. കൊരട്ട എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഭാഷയിൽ കൊരട്ട പറയും. നിങ്ങൾ അണ്ടിപ്പരിപ്പാ? അണ്ടിപ്പരിപ്പല്ലോ, കശുവണ്ടി. ആ നീ നീ അതെ ചുട്ട് തിന്നിട്ട് അതെ നീ എന്ത് വേണം പറഞ്ഞോ. ഇവള് എന്തെല്ലോ പറയൂട്ടോ. ഇവിടുത്തെ ഭാഷ കുറച്ചും കൂടി എൻ്റർലി ഡിഫറെന്റ് ആണ്. ഓക്കെ 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 നമ്മ കൊരട്ട തന്നെ പറയാം. ആ കൈപൊളിയാ. വാവ് അട യാ. അപ്പൊ ഇലയുടെ ആവുന്ന സമയത്ത് നമുക്ക് ഇത് അച്ഛൻ ഒരു മുണ്ടച്ചക്ക കൊണ്ടുവരുന്നുണ്ട്. അതിനെന്ത് പറയല്? കൈതച്ചക്ക. നമ്മല്ല മുണ്ടച്ചക്ക പറയല്. ആ പൈനാപ്പിൾ. ഇത് ഇടുന്ന് ഇടുന്നായ തന്നെയാ? ഓ അപ്പൊ ഇവിടെ ചീനുവിന്റെ വീട്ടിലായ ഇത് പൈനാപ്പിൾ ആണ് കേസ്. ഇത് അതന്നെ കേട്ടാ. അതെ അടിപൊളി. എന്ത് കരിഞ്ഞു പോയാ? നെട്ടിനോ നേരത്തെ ഓൾറെഡി? കൃഷിക്കാരനല്ലേ ഉദ്ദേശിച്ച? എന്തെല്ലോ കൃഷിയുണ്ട്. അത് ഞങ്ങൾ വേറൊരു ബ്ലോഗിൽ കാണിച്ചു തരാം. അച്ഛന്റെ അതങ്ങനെല്ലാം സൗണ്ട് കേൾക്കും. ഓ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? അതങ്ങനെ പൊട്ടും. അതിന്റെ ഇത് കൊട്ട തെറിച്ചിട്ട് പൊള്ളു. മിഷൻ ഫെയിൽഡ് ആവുമെന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്. എന്നാ അത് വേഗം ചിന്ന തെറിച്ചിട്ട് മോത്തലായിക്കഴിഞ്ഞാ തീർന്നു. ആ അതിങ്ങനെ രുക്കുമണി
തെറിക്കോ? ആ അയ്യ അപ്പൊ എന്താക്കൂ? കഴിഞ്ഞിട്ട് പോവല്ലോ. തെറിക്കോ? ഹെൽമെറ്റ് വരുമോ? കത്തി ഇതിനോട് ഇച്ചിരി എടുക്കില്ല പൊട്ടില്ല അതല്ല പൊട്ടി നീക്കിച്ചാൽ ഇവളെന്താക്കുന്നേ? വീട്ടിൽ കുടിച്ചാ പൊട്ടില്ല. ആ പുറത്തിട്ടു അല്ല പുറത്തില്ലാക്കി ഞാനാക്കി ഒന്നും അറിയില്ല. വലിയ ആളെ പോലെ കൊരട്ടാൻ നൊസ്റ്റാൾജിക്ക് ചക്ക മാങ്ങാൻ വരുന്നുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെയല്ല അണ്ണാൻ കരുന്നേ. അണ്ണാൻ കുഞ്ഞിക്കാരി തരൂ ചിങ് ചിങ് ചൈനയിൽ നിന്ന് അണ്ണാൻ കുഞ്ഞി. ഇവിടെ കാസർഗോഡ് കുട്ടൻ അച്ഛൻ എക്സ്ട്രാ ഇട്ടത് അണ്ണാൻ കുട്ടൻ. കുട്ടനല്ല അണ്ണാൻ കൊട്ടൻ. അണ്ണാൻ കൊട്ടനാ? കാസർഗോഡ് അങ്ങനെ പറയുന്നുണ്ട്. ഇല്ല അല്ല അണ്ണാന്നല്ലേ. ഇന്ന് ഒരു ഉമ്മ മാസത്തിൽ പിടിച്ചില്ല പൊള്ളി കണ്ടന്റെ ചിപ്സ് ഉണ്ടാവും. എന്തിനത്തെ കഷ്ടപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ഞാൻ ഉമ്മ ഇപ്പൊ തിരിച്ചറിഞ്ഞ് പൊള്ളി ചിപ്സ് കഴിച്ചാൽ മതി ഉമ്മ. പൊള്ളി കണ്ടന്റെ ചിപ്സ് ഉണ്ടാവും. എത്ര പറഞ്ഞു പക്ഷെ കൊറക്കുക അതെത്ര വില ഉണ്ട് ഏതാണ്ട് ഗൈസ് അങ്ങനെതാ 1 2 3 4 5 6 എണ്ണം ചുട്ട് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളതിന് കല്ല് എന്തുകൊണ്ട് ഇടിക്കുന്നേ? എന്തെങ്കിലും കൊണ്ട് ഇടിച്ച് അതിനെ മറ്റേ അതിൻ്റെ ഉള്ളിലെ എന്ത് പുറത്തെടുക്കുന്നു ഞാൻ പറയാ അതിനുള്ള അണ്ടി പുറത്തെടുക്കുന്നു. അതിലേക്ക് കശുവണ്ടിയിലെ കൊരട്ട നമ്മള് പുറത്തെടുക്കും ഗൈസ്. ഓക്കെ ശരി ഇങ്ങോട്ട് ഇവിടെ താങ്ങോട്ടെ ഞാൻ നോക്കാം. ഞാനെടുത്ത് ഗൈസ് എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് ഞാൻ നേരത്തെ എടുത്ത് നോക്കട്ടെ ഒന്നിട്ടാ. അതിന്റെ ഇതെടുക്കണ്ടേ, പൊടി എടുക്കണ്ടേ? കുഴപ്പമില്ല അതുകൊണ്ട് അടിപൊളി. യാഷുമോൻ ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അതാ കണ്ട അതാ ഗായ്സ് നമ്മളങ്ങനെ ഇതാ പൊട്ടിച്ച് കഴിഞ്ഞു. കാണിച്ചു കൊടുക്ക്. ഇതേ കണ്ട സെറ്റല്ലേ? നമ്മൾ ഓൾറെഡി ആർത്തി കൂടിയിട്ട് കുറച്ചെണ്ണം കിട്ടി. കുറച്ച് കരിഞ്ഞുണങ്ങിപ്പോയി. പിന്നെ ഒന്ന് ആദ്യം നല്ല കിട്ടിയത് നമ്മൾ ആദ്യം തന്നെ കൈയോടെ തിന്നു. പിന്നെ നമ്മുടെതാ ഇലയട അവിടെ റെഡി ആവുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് എല്ലാവരും ഷെയർ ചെയ്യുന്നല്ലേ? കഷ്ണം വെച്ചിട്ടില്ല. അത് നമ്മളങ്ങനെ നമ്മള് 4 വീട്ടില് എന്തെങ്കിലും ഇപ്പൊ ഒരു സാധനം കൊണ്ടുവന്നാൽ ഓക്കേ. അങ്ങനെ ചെറിയ കഷ്ണം എടുത്തോ പറഞ്ഞു. രണ്ടാളും ചെറിയ ചെറിയ കഷ്ണം കഴിച്ചിട്ട് ഇത്രയില്ല എന്തിപ്പോൾ കഴിക്കുന്നത് എനിക്ക് കൊടുക്കണ ഇത് നമുക്ക് തന്നെ തിന്നാ പോരെ. അത് പറഞ്ഞ ശരിയാണ്. അപ്പൊ നമുക്ക് നമ്മളെന്നെ തിന്നു ഗൈസ്. കൊറേ ആക്കുമ്പോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇത് നമുക്ക് രണ്ടാൾക്ക് തിന്നാനല്ലേ ഇല്ലു. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? അടുത്ത പരിപാടി ഗൈസ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ കാണുവാണ്. ഞങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു 7 മണി ആവാൻ വേണ്ടി ഫിനാലെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങളിതാ ഇനിയിപ്പം പരിപാടി കാണാണ് ബിഗ് ബോസിന്റെ ഫിനാലെ. ഓക്കേ ഇലയുടെ തിന്ന് പോലെ അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി തിന്നു കഴിഞ്ഞപ്പോഴാണ് വ്ളോഗിന്റെ കാര്യം ഓർമ്മ വന്നേ. പക്ഷെ കാലിയായി ഗൈസ്. അതെ ലാസ്റ്റ് ശേഷം നമ്മളെ ഓർത്ത് പോയി. പിന്നെ ഒരു സാധനമുണ്ട് അത് എടുക്കും. വായിൽ വെള്ളം മുറരുത് ഗൈസ്. നിങ്ങൾക്ക് ഇലയട ചിന്ന ഒന്നും കൂടി എടുത്തു ഗൈസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട്. ഇത് ചിന്നുന്റെ 3ാമത്തെ ടിന്നി ഓക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മേടിച്ചോ നോക്ക് മേടിക്കണമെന്നുണ്ട്. എന്റെ അമ്മേനോട് ചോദിക്കുന്നത് അമ്മേ കഴിഞ്ഞോ അമ്മേ? അപ്പൊ അമ്മ 2 ഉണ്ട്. ആയിക്കോട്ടെ എന്നാ നീ അകത്തേക്ക് കാലി ആയിക്കോ. ഞങ്ങോട്ടെ ഞാൻ ഇല്ല എനിക്ക് വേണ്ട പറഞ്ഞു ഓൾറെഡി.
ഗൈസ് അപ്പം എത്ര ദിവസമായി 3 ദിവസം 3 ഡേ കഴിഞ്ഞിട്ട് ഞങ്ങളെ 2 ദിവസം നിൽക്കാണ്ട് വന്നത് 3 ദിവസമായി. ഞങ്ങൾ അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അയ്യാ അപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങൾ എണീക്കുന്ന സമയത്ത് അമ്മ ജോലിക്ക് പോയി. അത് നന്നായി, അല്ലെങ്കിൽ അമ്മേനെ കരച്ചിൽ കാണേണ്ടി വന്നത് ഇന്നത്തെ പോലെ. പിന്നെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേനും കുറച്ച് ലേറ്റായി. അപ്പം അങ്ങ് അമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാറായി. രാവിലെ പോവാന്ന് വിചാരിച്ചായിരുന്നു, അങ്ങനെ പിന്നെ ലേറ്റായി. സ്വാഭാവികം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. പറ ടാറ്റാ. അപ്പോൾ നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. പുറത്ത് നല്ല മഴയാണ്. അതെ. അരേഷു മഴ ആസ്വദിക്കുകയാണ്. അരേഷു ചിരിക്കുന്നു. ബൈ. അപ്പോൾ ഓക്കെ.